ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി. പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തെന്ന് കണ്ടെത്തൽ. ദേവസ്വം മാനുവൽ ലംഘിച്ചത് സംശയകരമെന്നും ഇത് നിസ്സാരമായി കാണാനാവില്ലെന്നും ഹൈക്കോടതി. കൂടാതെ 2 വർഷത്തെ കത്തിടപാടുകൾ SIT അന്വേഷിക്കണമെന്നും ഹൈക്കോടതി. പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്ന് ഹൈക്കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി ഓരോ ഘട്ടവും എടുക്കുന്നത് കടുത്ത നിലപാടുകളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി പറയുന്നതിലൂടെ നാം എന്താണ് അർത്ഥമാക്കേണ്ടത്? കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണർ ഇവരുടെയൊക്കെ തന്നെ നടപടികളിൽ സംശയം ഉണ്ട്. അതുമാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു. ഇതൊക്കെ തന്നെ നിസ്സാരമായിട്ട് കണക്കാക്കാനാകില്ല. ഇതിലൂടെയൊക്കെ തന്നെ ഈ അന്വേഷണം കൃത്യതയോടെ സുതാര്യതയോടെ നീങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് SIT സംഘത്തിന് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയത്. മറ്റൊരു സുപ്രധാന നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട്. ഒരു വലിയ സംഘത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉദ്ദേശം ഒന്നും തന്നെ ശരിയല്ല. ഈ ഗൂഢാലോചന അടക്കം അന്വേഷിച്ച് അതിന്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നും ഹൈക്കോടതി ഇന്ന് നിരീക്ഷണം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പ്രത്യേക സംഘത്തിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി നിർദ്ദേശം എന്നുള്ള രീതിയിൽ പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അതായത് 2 വർഷത്തെ കത്തിടപാടുകൾ ദേവസ്വം ഭരണസമിതി, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ തന്നെ ആശയവിനിമയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും SIT സംഘം കടക്കണം. 500 ഗ്രാം സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാമെന്ന് കൂടി ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. കൃത്യതയോടുകൂടി വളരെ സുതാര്യതയോടുകൂടി അന്വേഷണം മുന്നോട്ട് പോകണം. എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇതിന്റെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ വിശ്വാസ്യതയുടെ ഭാഗമാണ്. കേരള പോലീസിന്റെ വിശ്വാസ്യതയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇതെന്നുകൂടി ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, SITയുടെ സംഘത്തലവൻ S ശശിധരൻ ഇന്ന് നേരിട്ട് ഹാജരായി ഇടക്കാല അന്വേഷണ റിപ്പോർട്ടൊക്കെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ള വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഈ ഗൂഢാലോചന കുറ്റം നേരത്തെ, അതായത് ഗൂഢാലോചന അടക്കം ഉണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, കൂട്ടാളികളും വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സ്വർണം കവർന്നെടുത്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു SIT സംഘം ഹൈക്കോടതി അറിയിച്ചത്. അത്തരത്തിൽ അന്വേഷണം വിപുലപ്പെടുത്തണം എന്നുള്ളതാണ് ഹൈക്കോടതി നിലവിൽ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടക്കാല ഉത്തരവ് നിലവിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പകർപ്പ് പുറത്തു വരിക ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും. എന്തായാലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. അതായത് ഈ പുതിയൊരു സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ തീരുമാനം. അതായത് നിലവിൽ എടുത്തിട്ടുള്ള ഈ സ്വമേധയാ എടുത്തിട്ടുള്ള ഹർജിയിൽ അതിന്റെ കക്ഷികൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട്. പക്ഷേ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇനി എടുക്കുന്ന സ്വമേധയാ ഫയൽ സ്വീകരിക്കുന്ന ഹർജിയിൽ അതിലെ കക്ഷികൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ്, പോലീസ് ഇവർ മാത്രമായിരിക്കും. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി എല്ലാ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളും തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SIT സംഘത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന, അതായത് ദേവസ്വം ഭരണസമിതിയുടെ ആളുകൾ. രേഷ്മ, വളരെ കൃത്യമാണ്. പോറ്റി ഇങ്ങേയറ്റത്തെ കണ്ണി മാത്രമാണ് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ കൃത്യമായ അന്വേഷണം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.